മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയതായും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ SFI സമരത്തിനിറങ്ങുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അറിയിച്ചു. നിലവിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണക്കെടുത്തപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സെൽഫ് ഫിനാൻസ് ഉൾപ്പെടെ കുട്ടിയാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 19,000 കുട്ടികൾ ഇപ്പോൾ പുറത്തുണ്ട്. അത് ബാക്കി സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരുമ്പോഴും വീണ്ടും കുറവ് വരും. ആ കുറവ് വരുന്ന ആളുകളെ കൂടി ഇപ്പോൾ പ്രവേശിപ്പിക്കാവുന്ന സീറ്റ് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു 2014 മുതലുള്ള കണക്കുകൾ എടുത്ത് താരതമ്യപ്പെടുത്തി അതിൽ വർധന വന്നതിൻ്റെ കണക്കുകൾ, സീറ്റുകൾ കൂട്ടിയത്, ബാച്ചുകൾ പുതുതായിട്ട് അനുവദിച്ച് അത്തരം കണക്കുകളെല്ലാം എടുത്ത് തന്നെയാണ് ഗവൺമെൻറ് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ നമ്മളുണ്ടാവും. അവരുടെ ഉണ്ടാവും. അത് നമ്മൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലാതെ SFI കൂടെ നിൽക്കുക. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയതായും SFI നേതാക്കൾ അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ SFI സമരത്തിന് ഇറങ്ങുമെന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു വ്യക്തമാക്കി. നെറ്റ് പരീക്ഷ നടത്തിപ്പ് ആകെ താറുമാറാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും സാനു മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലബാറിലെ +1 സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും സാനു അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കണ്ട് പന്താടുകയാണ്. NTA എന്ന അക്കാദമികേതര ബോഡി രൂപീകരിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന വിവിധ മത്സര പരീക്ഷകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ SFI എതിർപ്പ് ഉയർത്തിയതാണ്. നീറ്റ് പരീക്ഷ തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്നാണ് SFI നിലപാട്. മുഴുവൻ പരീക്ഷകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഗുണം ലഭിച്ചത് രാജ്യത്തെ കോച്ചിംഗ് സെന്ററുകൾക്ക് മാത്രമാണ്. NTA നടത്തുന്ന ഓരോ പരീക്ഷകളെ സംബന്ധിച്ചും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ നീറ്റ് ക്വൈറ്റ് പരീക്ഷകൾക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളേക്കാൾ വലുതാണ് 11 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. പരീക്ഷയുടെ തലേന്ന് പരീക്ഷാ പേപ്പർ ടെലഗ്രാം ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താതെ ഒറ്റയടിക്ക് പരീക്ഷ തന്നെ റദ്ദ് ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ലെന്നും VP സാനു വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സൽ, ജില്ലാ സെക്രട്ടറി K. ഷിഹാബ്, ജില്ലാ പ്രസിഡന്റ് K. ഹരിമോൻ എന്നിവരും സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.